ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദിൻ്റെ ഒരു കൊച്ചു വ്ളോഗുമായിട്ടാണ്. ഈദിൻ്റെ ഫുഡ് പ്രിപ്പറേഷൻ്റെ ഒക്കെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വ്ളോഗ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. കാരമൽ ചെയ്തിട്ടുള്ളൊരു അടിപൊളി പായസം ഉണ്ടാക്കി. പിന്നെ കുക്കറിൽ തന്നെ ഒരു കബാലിയത്ത്, പിന്നെ അതിന് മസാല, പിന്നെ ഒരു സാലഡ്, പിന്നെ മയോണൈസ്, കെച്ചപ്പ്, പിന്നെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ചിക്കൻ ഫ്രൈ ചെയ്തത്, പിന്നെ ഒരു ടൊമാറ്റോ സോസ്. ആദ്യം നമുക്ക് എങ്ങനെയാണ് കബാലിയത്തിൻ്റെ മസാല ഉണ്ടാക്കിയത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 വലിയുള്ളി സ്ലൈസ് ചെയ്തത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ബിരിയാണിയിലൊക്കെ ഇടുന്ന അത്ര ഒന്നും നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കബ്സ മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കബ്സ മസാല, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണക്ക് മാറിയതിന് ശേഷം ഒരു 1.5 ക്യൂബ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 500 ഗ്രാം ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രമാത്രം മതി. അതിൽ തന്നെ പിന്നെ ബാക്കി ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, പിന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒരുപാട് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയും പുതിനയിലയും കൂടിയാണ്. ഞാൻ ഇത് രണ്ടും കൂടിയും മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി ഒരു പിടിയേ ഉള്ളൂ, അത്രമാത്രം മതി. അപ്പോൾ ഇത് കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ കബാലിയത്തിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റിക്കാം. ഇനി നമുക്ക് കുക്കറിൽ എങ്ങനെ ചോറ് വെച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടായി വന്നതിന് ശേഷം പട്ട, പൂവ്, ഏലക്ക, ഗ്രാമ്പു ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ 1 കപ്പ് അരിക്കുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം ഒരു 1/2 പീസ് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നൊരു 1/4 ടീസ്പൂൺ അളവിൽ കബ്സ മസാല, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചോറിന് നല്ലൊരു മയം വരാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചോറിന് നല്ലൊരു മയം വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ചോറ് നന്നായിട്ട് വിട്ട് നിൽക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇതിലേക്കൊരു
1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മസാല നമ്മൾ ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും കൂടി അടുപ്പിച്ചാൽ നമ്മളെ ചോറ് റെഡിയാവും. അപ്പോൾ നമുക്ക് എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ ചോറ് വിട്ട് നിൽക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ചോറ് വെന്തിട്ട് വരും. അപ്പോൾ നമ്മളെ കബാലിയത്ത് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പായസമായിരുന്നു. മാക്രോണിയും സേമിയയും കൂടി മിക്സ് ചെയ്തിട്ടാണ് പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മാക്രോണി നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പൊടിച്ചെടുക്കണ്ട. 2 വിസിലടിക്കുമ്പോൾ നമ്മൾ മാക്രോണി നന്നായിട്ട് തന്നെ വെന്ത് വരും. അപ്പോൾ 2 വിസിൽ നമുക്ക് കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതിലേക്കുള്ള മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ മുന്തിരിയും ഇവിടെ നന്നായിട്ട് തന്നെ വറുത്തെടുത്ത് അതും കോരിയെടുക്കുക. ഇനി ബാക്കി വന്നിട്ടുള്ള നെയ്യിലേക്ക് 1/4 കപ്പ് അളവിൽ വെർമിസെല്ലി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വെർമിസെല്ലി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വറുത്തെടുത്തതിലേക്ക് കുറച്ച് വറുക്കാത്ത വെർമിസെല്ലിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ 500 പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മാക്രോണിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാക്രോണി ഇട്ടിട്ടുള്ള വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ ഇതിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരൻ്റെ ഒക്കെ അളവ് നിങ്ങളെ ഒരു ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്ക കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിത് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൈവിടാതെ അങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ കാരമലായി വരും. കാരമൽ ചെയ്ത പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളെ പായസത്തിന് കളറ് കുറച്ച് ചേഞ്ചായി വരും. ഒരു പിങ്ക് കളറിലേക്ക് വരും. അപ്പോൾ ഇത് നന്നായിട്ട് കാരമലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കാരമലായിട്ടുണ്ട്. നന്നായിട്ട് കാരമലായതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പിങ്ക് കളറിലുള്ള പായസം റെഡി ആയിട്ട്. ഇനി മയോണൈസ് എങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ വെള്ള 2 മുട്ടയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനെഗർ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. അതിന് ശേഷം അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 150 ml വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 150 ml ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ ഇത്ര കട്ടി ആവശ്യമില്ലെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 പച്ചമുളക് 2 അല്ലി വെളുത്തുള്ളി 1 തക്കാളി ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 പീസ് വലിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂൺ അളവിൽ വിനെഗർ ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ചിക്കനാണ്. അപ്പം ചിക്കൻ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ ഈദിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം ഞങ്ങൾ 2 പേരും മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈലാഞ്ചിൻ്റെ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഇല്ല, ഇവിടെ ഫോട്ടോ ആണുള്ളത്. ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മളെ പെരുന്നാൾ. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.